എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മൾ വിവാഹ തടസ്സ കാരണം അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറാൻ എന്താണ് വഴിപാട് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായും പുരുഷന്മാരാണ് ഇപ്പോൾ വിവാഹ തടസ്സം പ്രധാനമായിട്ടും നേരിടുന്നത്. ആൺകുട്ടികളുടെ വിവാഹം വലിയൊരു തടസ്സമായിട്ട് തന്നെയാണിപ്പോൾ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നിരവധി ഗ്രഹനിലയായിട്ടാണ് മാതാപിതാക്കൾ ജ്യോതിഷത്തിനെ സമീപിക്കാറ്. വിവാഹ തടസ്സം എന്താണ്, വിവാഹം നടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ ജാതകത്തിൽ യോഗങ്ങളെല്ലാം കൃത്യമായിരിക്കും, യോഗങ്ങൾക്ക് തടസ്സമൊന്നും ആണില്ല. അതിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 30 വയസ്സ് കഴിഞ്ഞു പോയി എന്നതൊരു പ്രധാന പ്രശ്നം തന്നെയാണിപ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാവരോടും ആദ്യമേ നമുക്ക് പറയാനുള്ളത്, വഴിപാടുകൾ ചെയ്യുന്നതിലുപരി തന്നെ 30 വയസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രായപരിധി തന്നെയാണത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിമാൻഡുകളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് വിവാഹമാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമെങ്കിൽ കൂടുതൽ ഡിമാൻഡുകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കാതിരിക്കുക. എല്ലാ വഴിപാടുകളുടെയും ഉപരി യുക്തിയും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആ യുക്തി സഹജമായിട്ട് കാര്യങ്ങളെ സമീപിക്കുക എന്നാണ് ജ്യോതിഷധർമ്മവും. അപ്പം ഇപ്പം നക്ഷത്ര പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ പൊരുത്തമില്ല എന്ന് കരുതി കല്യാണം നടത്തണമെന്നല്ല, ചെറിയ പൊരുത്തങ്ങളുടെ പേരിൽ ഗ്രഹനില തമ്മിൽ നോക്കുമ്പോൾ ചെറിയ നക്ഷത്ര പൊരുത്തങ്ങളുടെ പേരിൽ വേണ്ട എന്ന് മാറ്റിവെക്കുന്ന രീതിയും നമ്മുടേതായ കുറേ നിർബന്ധ ബുദ്ധികളൊക്കെ ഈ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജാതകത്തിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട് അതിൻ്റെ മതിയായ പരിഹാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിവാഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വിവാഹ തടസ്സം നേരിടുന്നവർ, ഇങ്ങനെ നിബന്ധനകളൊന്നും ഇല്ലെങ്കിൽ പോലും വിവാഹം നടക്കുന്നില്ല, വിവാഹ ആലോചനകൾ വരുന്നില്ല, ആലോചനകൾ വന്നാൽ തന്നെ പിന്നീട് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള മറുപടികളൊന്നും കിട്ടുന്നില്ല, അങ്ങനെ തടസ്സമായിട്ട് നീണ്ടുപോകുന്നവർക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഗ്രഹനില പരിശോധിക്കുന്നതും വീടിൻ്റെതായ പ്രശ്നങ്ങൾ നോക്കുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഒരുമാതിരിപ്പെട്ട വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമ വിവാഹസിദ്ധിക്ക് ഈ വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ഏറെ നാളായിട്ടും വഴിപാടുകൾ ചെയ്തിട്ട് വിവാഹം നടക്കുന്നില്ല, അതായത് ഒത്തിരി പ്രായമായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത്, രക്തചന്ദനവും പന്നീരിൽ കുഴച്ചിട്ട് അതിൽ മുല്ലമുട്ട് മുക്കി ബാണേശ്വരി മന്ത്രം കൊണ്ടോ സ്വയംവര മന്ത്രം കൊണ്ടോ ദേവീക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത് ശീഘ്രവേഗം വിവാഹം നടക്കാനായിട്ട് ഉപകരിക്കുന്ന ഒരു വഴിപാടാണ്. അതുപോലെ തന്നെ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലി ചെറിയ തടസ്സങ്ങൾക്ക് മാത്രമാണ് ഉപകരിക്കുക. ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടും വിവാഹം നടക്കാത്തവർക്ക് ഈ വഴിപാടാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേറൊരു വഴിപാടാണ് ചുവന്ന ചെത്തിപ്പൂവിൻ്റെ നാളം, അതായത് ഉള്ളിലെ നാര് കളഞ്ഞിട്ട് അത് 108 ചെത്തിപ്പൂ എടുത്ത് സ്വയംവര മന്ത്രം ജപിച്ച് അർച്ചന നടത്തുന്നതും. അതുപോലെ തന്നെ പൊന്നശോകത്തിൻ്റെ പുഷ്പം 108 പൊന്നശോകത്തിൻ്റെ പുഷ്പമെടുത്ത് സ്വയംവര മന്ത്രത്താൽ നെയ്യിൽ മുക്കി ഗണപതി ഹോമ മധ്യത്തിൽ ഹോമിക്കുന്നത് എത്ര വലിയ വിവാഹ തടസ്സം മാറി ശീഘ്രവേഗം വിവാഹം നടക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായ വഴിപാടാണ്. ആ പുഷ്പം കിട്ടുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ആ പുഷ്പം കൃത്യമായിട്ട് 7 ആഴ്ച ഈ പുഷ്പങ്ങൾ കൊണ്ട്, പൊന്നശോകത്തിൻ്റെ പുഷ്പങ്ങൾ കൊണ്ട് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രത്തെ ഗണപതി ഹോമം നടത്തിയാൽ എത്ര വലിയ തടസ്സങ്ങൾ മാറി വിവാഹം ശീഘ്രവേഗം നടക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു വഴിപാടാണ് മലരും തൈരും കൂടി എടുത്ത് ആ തൈരിനകത്ത് മലര് കുഴച്ചുകൊണ്ട് ബാണേശ്വരി മന്ത്രം ജപിച്ച് ഗണപതി ഹോമ മധ്യത്തിൽ 108 സംഖ്യ ഹോമിക്കുന്നത്. ഇതും 7 ആഴ്ചയോ 12 ആഴ്ചയോ തുടർച്ചയായിട്ട് നടത്തുന്നത് വിവാഹ തടസ്സം മാറി ഉത്തമ വിവാഹത്തിനെ ലഭിക്കാനായിട്ട് ഉപകരിക്കും. അതുപോലെ വിവാഹ തടസ്സങ്ങളായിട്ടില്ലെങ്കിൽ തന്നെ ഈ ഉത്തമമായ ജീവിത പങ്കാളിയെ ആഗ്രഹിക്കുന്നവർക്ക് നടത്താൻ പറ്റിയൊരു വഴിപാടാണ് പക്കപ്പിറന്നാൾ തോറും കാർത്യായനി മന്ത്രപുഷ്പാഞ്ജലി, കാർത്യായനി പൂജ എന്നിവ. വിവാഹബന്ധം സ്വീകരിക്കുക വഴി നമ്മുടെ തലമുറയെ നിലനിർത്തുകയും ആ കുടുംബത്തിൻ്റെ ശ്രേയസ്സും യശസ്സും സന്താനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവാഹത്തിൻ്റെ നക്ഷത്ര പൊരുത്തത്തിനും ജ്യോതിഷവും ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നക്ഷത്ര പൊരുത്തങ്ങൾ ഒരിക്കലും വഴക്കിനോ കലഹത്തിനോ അല്ല സൂചിപ്പിക്കുന്നത്. അതിലുപരി അവർ തമ്മിലുള്ള നക്ഷത്ര പൊരുത്തം വഴി ഉത്തമമായ സന്താനത്തെയും ധനധാന്യ അഭിവൃദ്ധിയെയുമാണ് ആ നക്ഷത്ര പൊരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പൊരുത്തം നോക്കുമ്പം ഈ പൊരുത്തങ്ങൾ നോക്കുക. അതിൽ ആയുസ് ഏറ്റവും പ്രധാനം തന്നെയാണ്. 2 ജാതകത്തിലെ ആയുസ്സിൻ്റെ ബന്ധവും കൂടി പരിശോധിക്കണം. അത് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിപ്പിക്കുക.
ശേഷം ഞാൻ ഈ പറഞ്ഞ പ്രകാരമുള്ള ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ പൊരുത്തത്തിൽ 10ൽ 10 മുണ്ടയിലെ കല്യാണം നടത്തൂ, ഇല്ലെങ്കിൽ ഒരു 7 പൊരുത്തത്തിൽ കൂടുതൽ വേണം, ഇങ്ങനെ നിർബന്ധ ബുദ്ധികളൊക്കെ മാറ്റിക്കൊണ്ട് യുക്തിപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുക. ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്തു നോക്കൂ. എത്ര വലിയ വിവാഹ തടസ്സമാണേലും ആ വിവാഹ തടസ്സമാർ ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കാനായിട്ട് ഈ വഴിപാടുകൾ ഉപകരിക്കുന്നതാണ്. ഈ വഴിപാടുകളെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും വിവാഹം ഇതുവരെ സാധിക്കാത്തവർ, അങ്ങനെയുള്ളവർ ഈ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലങ്ങളെ ഒന്ന് പരിശോധിച്ച്, ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിപ്പിച്ച് ആ ഗ്രഹദോഷത്തിന് വേണ്ടിയിട്ട്, ഗ്രഹശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ഏത് ഗ്രഹത്തിനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. ഇപ്പം ശുക്രൻ കേന്ദ്രാധിപത്യ ദോഷത്തിൽ നിൽക്കുക, 7ൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളോ 7ാം ഭാവാധിപം ബലമില്ലാണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ടും കല്യാണം സാധിക്കുന്നില്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് സമീപിച്ചതിന് ശേഷം ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ സമിത്തുക്കൾ കൊണ്ട് ഹോമം നടത്തുന്നത് വിവാഹത്തിൻ്റെ ബന്ധത്തിനെ ശീഘ്രവേഗം വരുത്താനായിട്ട് ഉപകരിക്കുന്നതാണ്. എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.